ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 368 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി പറയുന്നത് ശ്രീ ഗോവിന്ദൻ മാസ്റ്ററാണ്. ശ്രീ ലക്ഷ്മണൻ മാസ്റ്റർ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. നമ്മളുടെ ഹോസ്റ്റ് ഇന്ന് ശ്രീ ശിവപ്രസാദാണ്. ഗോവിന്ദൻ മാസ്റ്റർ പ്ലീസ് ആദ്യത്തെ മാതിരി വീഡിയോ ഓൺ ചെയ്തോളൂ. എന്നിട്ട് 3 ഓങ്കാരവും 3 സായി ഗായത്രിയും പറഞ്ഞിട്ട് ഭഗവാന്റെ വാണി കുറച്ച് സമയം വായിക്കുക. പിന്നെ താങ്കളുടെ അനുഭവങ്ങൾ, ഭഗവാൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി പറയുക. ജയ സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. നാമസ്മരണ സർവരോഗ നിവാരിണി. വജ്രം വജ്രത്തെ മുറിക്കുന്നു, മുള്ളു മുള്ളിനെ നീക്കുന്നു, കർമ്മം കർമ്മത്തെ ശ്രമിപ്പിക്കുന്നു. സന്തോഷം, ദുഃഖം, സുഖം, വേദന, ജനനം, മരണം എന്നിങ്ങനെ ദ്വന്ദ്വങ്ങൾ കാരണമായിട്ടുള്ളതെന്ന് ചിന്തിക്കപ്പെടുന്ന കർമ്മം ദ്വന്ദ്വത്തിന്റെ ശൃംഖലയിൽ നിന്നും മോചനം കൊണ്ടുവരുന്നു. കർമ്മം ബന്ധനത്തിനും മോചനത്തിനും രണ്ടിനും കാരണമാകുന്നു. സൂര്യൻ ഉദിക്കുന്നു, ആ കർമ്മം താമരപ്പൂവിൻ്റെ ദളങ്ങളെ വിടർത്തുന്നു. പക്ഷേ ആമ്പൽപ്പൂവിൻ്റെ ദളങ്ങളെ മടക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്നു, ആ കർമ്മം സജ്ജനങ്ങളെ അവരുടെ കുടുംബത്തിൻ്റെ കൂട്ടിനായി വീട്ടിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷേ ദുർജനങ്ങൾ അവരുടെ മാളങ്ങളിൽ നിന്ന് വെളിയിൽ വന്ന് കുടിച്ച് കൂത്താടുകയും കവർച്ച നടത്തുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നു. ഉള്ളംകൈ മൃദംഗത്തിൽ പതിക്കുന്നു, ആ ശബ്ദം ശ്രവണാനന്ദകരമാണ്. അതൊരു ഒഴിഞ്ഞ ടിനിന്മേൽ പതിയുമ്പോഴോ ശബ്ദം ശ്രവണ കഠോരമാണ്. കർമ്മം ഒരുവനെ നശിപ്പിക്കുന്നു, കർമ്മം ഒരുവനെ രക്ഷിക്കുന്നു. എന്താണ് രക്ഷപ്പെടുത്തുന്ന കർമ്മത്തിന്റെ സ്വഭാവം? കുട്ടിയായ മാർക്കണ്ഡേയൻ ചെയ്തതുപോലെ ശിവത്തെ അഥവാ ദൈവത്തെ മുറുകെ പിടിക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് മരണത്തെ പരാജയപ്പെടുത്തുവാനും ശാശ്വതാനന്ദം കൈവരിക്കുവാനും കഴിയും. എന്താണ് നശിപ്പിക്കുന്ന കർമ്മത്തിന്റെ പ്രകൃതി? ശവത്തെ മുറുകെ പിടിക്കുക. ഇതുകൊണ്ട് പരിതാപത്തിലും ചെളിയിലും അവസാനമില്ലാതെ പാടുപെടേണ്ടി വരുന്നു. എന്താണ് ശവം? അത് നിങ്ങളുടെ ദേഹമാകുന്നുവെന്ന മിഥ്യാഭ്രമമാകുന്നു. എന്താണ് ശിവം? അത് നിങ്ങൾ അന്തര്യാമിയാണെന്ന ആന്തരിക അവബോധമാകുന്നു. എങ്ങനെ നിങ്ങൾക്ക് ശിവത്തെ മുറുകെ പിടിക്കാൻ കഴിയും? അന്തര്യാമിയായ ഭഗവാന്റെ നാമം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് സംഗ്രഹിക്കുന്ന മഹിമയുടെ ജാഗരൂകമായ അവബോധത്തോടു കൂടി നാമം ജപിച്ചുകൊണ്ട് അത് സാധിക്കാം. ആ നാമം അളക്കാനാവാത്ത പ്രബലത അടങ്ങിയിട്ടുള്ളതാകുന്നു. വാക്കിന് വളരെയധികം ശക്തിയുണ്ട്. വാസ്തവത്തിൽ പദാർത്ഥങ്ങൾ സൂചിപ്പിക്കുന്ന സാധാരണ വാക്കുകൾ പോലും ബലം കൂടിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി, വളരെ പൊളിയുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നാക്കിൽ വെള്ളം പൊടിയുന്നു. അതുപോലെ അറപ്പ് തോന്നിക്കുന്ന എന്തെങ്കിലും സാധനത്തിൻ്റെ പേരുച്ചരിക്കുമ്പോൾ ഛർദ്ദിക്കുവാൻ തോന്നിക്കുന്നു. സാധാരണ വാക്കുകളുടെ ഉച്ചാരണത്തിൻ്റെ ഫലം അത്തരമാണെങ്കിൽ സർവഥാ അന്തര്യാമിയായ ഭഗവാന്റെ മധുരവും ജീവസന്ധാരണം നൽകുന്നതുമായ നാമം ഉച്ചരിക്കുന്ന അവസരത്തിൽ
സംഭവിക്കുന്ന ബൃഹത്തായ പരിവർത്തനത്തെ പറ്റി എന്തു പറയുവാൻ? അത് ശുദ്ധീകരിക്കുന്നു, അത് ഉയർത്തുന്നു, അത് വ്യാപിപ്പിക്കുന്നു, ആവേശം കൊള്ളിക്കുന്നു. ഈശ്വര സന്നിധിയിലേക്ക് മനസ്സ് രൂപാന്തരപ്പെടുത്തണം. നാമം തടസ്സമില്ലാതെ ധാരയായി മനസ്സിലേക്ക് പ്രവഹിക്കണം. നാമസ്മരണ യോഗമാകുന്നു, അതായത് അത് ചിത്തവൃത്തി നിരോധത്തിന്റെ മാർഗമാകുന്നു. വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും തരംഗങ്ങളെ ഔന്നത്യത്തിലേക്ക് ഉയർത്തി മാനസിക ക്ഷോഭങ്ങളെ ശാന്തമാക്കുന്നു. സ്മരണയിൽ ഏകാഗ്രതയുള്ള അവസരത്തിൽ നാമം എപ്പോഴും നാമിയുമായി ബന്ധപ്പെടുത്തണം. അത് വെറും ശബ്ദമല്ല, അത് സൂചനയാണ്, രൂപത്തിന്റെ അഥവാ വസ്തുതയുടെ പ്രതീകമാണ്. മനസ്സ് ദൈവത്തിൽ ലയിക്കണം, ഈശ്വര സത്തയിലേക്ക് അത് രൂപാന്തരപ്പെടണം. ഒരു വൃക്ഷത്തിന്റെ ശാഖ മറ്റൊന്നുമായി ഉരസുമ്പോൾ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വനാന്തരങ്ങളിൽ ഈ ചൂട് ബലപ്പെട്ട് വളരുമ്പോൾ അഗ്നി ആരംഭിക്കും. പക്ഷേ ഈ പ്രക്രിയ ഇടതടവില്ലാതെ ആയിരിക്കണം. ഈ ഇടതടവ് എന്ന് പറയുന്നത് ചൂട് ചുരുക്കുന്നു. അതുകൊണ്ട് നാമജപം മനസ്സിൽ ഇടതടവില്ലാതെ ആയിരിക്കണം. അപ്പോൾ ജ്ഞാനാഗ്നി എല്ലാ ദുർബലതയെയും മിഥ്യാഭ്രമത്തെയും ദഹിപ്പിക്കും. ഭാരതീയ സംസ്കാരം പരത്തുവാനും അതിനെ രക്ഷിക്കുവാനും പ്രചരിപ്പിക്കുവാനും എന്ന് പ്രഖ്യാപിക്കുന്ന സ്ഥാപനങ്ങൾ ആയിരക്കണക്കിലുണ്ട്. അവ മിക്കവാറും ധനശേഖരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകുന്നു. സത്യസായി സംഘടനകളിൽ പണമല്ല മാനദണ്ഡം. എൻ്റെ നിവാസത്തിനും സന്തോഷത്തിനും എനിക്ക് നിങ്ങളുടെ ഹൃദയം മാത്രമേ വേണ്ടൂ. മറ്റ് ക്ഷേത്രങ്ങളോ ആൾത്താരകളോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നാമസ്മരണ കൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കൂ. ഞാൻ വരികയും അതിനുള്ളിൽ അധിവസിക്കുകയും ചെയ്യാം. വീടിന് ഭവനം എന്ന് പറയാറുണ്ടല്ലോ, ആ വാക്ക് രണ്ടായി പകുക്കുക. ഭ എന്നും വനം എന്നും. വീട്ടിൽ അഥവാ ഭഗവാൻ ഇല്ലെങ്കിൽ, ദൈവത്തിന്റെ പ്രകാശം അതിനുള്ളിൽ ശോഭിക്കുന്നില്ലെങ്കിൽ അത് വെറും വനമായിരിക്കും. മനസ്സ് വെറും വനമായി മാറും. അങ്ങനെ മാറ്റരുത്. ഓം ശ്രീ സായിറാം. മാഷ ഒന്നൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്താൽ നന്നായിരിക്കും, എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടി. പിന്നെ മാഷ് ഒന്നും കൂടെ പൊങ്ങിയിരുന്നോളൂ, കുറച്ചും കൂടെ ഒന്ന് പൊങ്ങിയിരിക്കണം. അങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞോളൂ. നാമസങ്കീർത്തനത്തിന്റെ മഹിമയാണ് ഇപ്പോൾ വായിച്ചത്. എന്താണെന്ന് വെച്ചാല്, നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം എന്നാണ് ഭാഗവതം പറയുന്നത്. നാമസങ്കീർത്തനം കൊണ്ട് എല്ലാ പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുത്രേ. അതുകൊണ്ട് അതൊരു സ്വന്തമാക്കി വെക്കുക. ഈ മനുഷ്യജന്മം കിട്ടിയത് തന്നെ ദൈവാനുഗ്രഹം കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ നാമത്തെ ഉപേക്ഷിക്കരുത്. നാമവും നാമിയും എന്ന് കേട്ടാൽ സംശയം വരരുത്. നാമത്തിൻ്റെ പുരുഷനാണ് നാമി, രണ്ടും ഒന്ന് തന്നെയാണ്. നാമം നിങ്ങളെ ഉച്ചരിക്കുമ്പോഴും നാമിയെയാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെന്ന് ഓർമ്മിക്കണം. അപ്പോൾ സായി എന്ന് പറയുമ്പോൾ ഒരു കേവലം 2 അക്ഷരമല്ല, ഭഗവാൻ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ നാമത്തിൻ്റെ ആവർത്തനം കൊണ്ട് ഏത് പ്രയാസങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെയുള്ള സംസ്കാരത്തെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത്. എന്നും നാമം എഴുതുവാനും വായിക്കുവാനും പകർത്തുവാനും ഒക്കെ കഴിയണം. അതിനു വേണ്ടിയാണ് സ്വാമി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അവരവരുടെ ഭവനത്തിൽ ഈ നാമങ്ങളെ കൊണ്ട് പരിശുദ്ധി കൈവരുത്തുക എന്നതാണ് ഇതിൻ്റെ സാരാംശം. ദുർലഭം ത്രയമേ വേദൽ ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയം. മനുഷ്യനായി ജനിക്കുക, മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുക. പക്ഷേ അതിന് മഹാപുരുഷന്മാരുടെ, നമുക്ക് കിട്ടിയത് മഹാപുരുഷൻ മാത്രമല്ല, സാക്ഷാൽ അവതാരം തന്നെ നമ്മുടെ മുമ്പിൽ കിട്ടിയത്. അങ്ങനെയുള്ള മഹത്തായ ഭാഗ്യം സിദ്ധിച്ചവരാണ് സായി ഭക്തന്മാർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുതന്നെ മഹാഭാഗ്യം. അതുകൊണ്ട് സായീശ്വരൻ്റെ നാമധേയങ്ങൾ നമുക്ക് മനസ്സിൽ തന്നെ എപ്പോഴും ഇരുത്തുവാൻ കഴിയട്ടെ എന്നാണ് ഈ വായിച്ചതിൻ്റെയൊക്കെ സാരം എന്ന് നമുക്ക് പറയാം. നമുക്ക് അതുകൊണ്ട് നാമങ്ങൾ രക്ഷയ്ക്കാണ്. നമ്മുടെ സർവ്വരക്ഷയ്ക്കും നാമങ്ങൾ എത്തും, നാമി എത്തും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. മാഷെ ഇനിയിപ്പോ മാഷിന്റെ അനുഭവങ്ങളാണ് പറയേണ്ടത്.
അതെ, ഇനി അത് പറയാനും വേണ്ടി പോവുകയാണ്. ഞാൻ ഈ സത്യസായിയിലേക്ക് വന്നിട്ട്, സായി സാന്നിധ്യത്തിലേക്ക് വന്നിട്ട്, പ്രശാന്തിയിലേക്ക് വന്നിട്ട് ഒരു 50 വർഷം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും. ഈ 50 വർഷത്തെ എൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഞാൻ അതുവരെയും ഒരു വിശ്വാസിയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഞാൻ ഈശ്വര വിശ്വാസിയാണ്. എങ്കിലും ഇനി കുറെ കൂടി അത് വിശാലമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഭഗവാന്റെ മുമ്പിൽ എത്തിയപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. ക്ഷേത്രാരാധന, ഉപാസന, വ്രതങ്ങൾ, പുസ്തകപാരായണം, സപ്താഹശ്രവണങ്ങൾ, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഗുരുവായൂരും അങ്ങനെ പലയിടത്ത് പോയി താമസിക്കാറുണ്ട്. പോയിട്ട് പ്രഗത്ഭന്മാരായിട്ട് ആൾക്കാർ വരുമ്പോൾ അവിടെ പോയി ഇരിക്കും. എത്രയോ തവണ നാരായണീയ സപ്താഹത്തിലും മറ്റുള്ള സപ്താഹത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഗുരുവായൂർ വരെ പോയിട്ടുണ്ട്. അങ്ങനെ പ്രസിദ്ധന്മാരായിട്ടുള്ള സ്വാമിമാരെയൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് സത്യസായിലെത്തിയപ്പോഴാണ് ബോധ്യമായത്, കേവലം ഇത് മാത്രം പോരാ, നാം ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലായത് അപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ നമ്മോട് പറഞ്ഞത് സ്നേഹം 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 എന്നാണ്. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ സ്നേഹം എന്നേ പറയാൻ കഴിയുള്ളൂ. ശരിക്കുള്ള വാക്ക് പ്രേമം എന്നാണ്. സംസ്കൃതത്തിലെ പ്രേമത്തിനാണ് ശരിയായിട്ടുള്ള പദം. ശുദ്ധമായ സ്നേഹം എന്നർത്ഥമാണ്. മലയാളത്തിൽ അതിന് അല്പം ഒരു അർത്ഥ വ്യതിചലനം ഉണ്ടായിട്ടുണ്ട്. പ്രേമം എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ അനുരാഗത്തിലേക്ക് അതിൻ്റെ ഒരു ഛായ കാണാം. അതിവിടെ മാത്രമേ ഉള്ളൂ, മറ്റേ ഇവിടെയില്ല. പ്രേമത്തിൻ്റെ വാക്ക് അത് വിശിഷ്ടമാണ്. പ്രേമസംഗീതം കേട്ടിട്ടില്ലേ ഉള്ളൂരിൻ്റെ? അതിനൊക്കെ വളരെ മഹത്തായ കാര്യമാണത്. ഏതായാലും ആ സ്നേഹം, ഒരിക്കൽ സ്വാമി പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിളിക്കാനൊരു പേര് ഞാൻ പറഞ്ഞു തരാം, അതാണ് സ്നേഹം, പ്രേമം. എന്നെ സ്നേഹം എന്ന് വിളിച്ചാൽ മതി, എൻ്റെ പേരൊന്നും നിങ്ങൾ വിളിക്കേണ്ട. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ വാക്ക് പറഞ്ഞാൽ ഈ ഉപാസനയൊക്കെ ഒരു ബാലപാഠം മാത്രമാണ്. ക്ഷേത്രോപാസന ഭക്തന്റെ ബാലപാഠമാണ്. ആദ്യത്തെ ഒരു ചെറിയൊരു സ്റ്റേജ് മാത്രമാണ്. അവിടെ നമ്മൾ കുറെ ഉയരേണ്ടതുണ്ടെന്നർത്ഥം. അങ്ങനെ ആയാലേ യഥാർത്ഥ ഭക്തനാവുള്ളൂ. ശരിക്കു പറഞ്ഞാൽ നാരദൻ പറഞ്ഞ പോലെ സാത്വസ്മിൻ പരമപ്രേമസ്വരൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേമരൂപം തന്നെയാണ് ഈശ്വരൻ. അതിലേക്ക് എത്താനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സത്യസായി വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത്രയും കാലം ചെയ്തൊക്കെ ബാലപാഠങ്ങൾ മാത്രമാണ്. ക്ഷേത്രങ്ങളും തൊടലും ദർശനങ്ങളൊക്കെ ബാലപാഠം മാത്രമാണ്. നമുക്കിവിടുന്ന് വിശാലമായിട്ട് നമ്മുടെ ഈ സ്നേഹത്തിലേക്ക് വരണം. ഈശ്വര സ്നേഹസ്വരൂപനാണ്, എല്ലാത്തിലും കുടികൊള്ളുന്നവനാണ്. സ്വാമി ഒരിക്കൽ പറഞ്ഞു, ഗീതയുടെ കാര്യം പറയുമ്പോൾ ഭക്തിയോഗത്ത് പറയും, അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുളയേവച എന്നാണ്. സ്വാമി പറഞ്ഞു, ഈ ഒരൊറ്റ കാരിക 26-36 പറയുന്നുണ്ട്, എണ്ണങ്ങൾ പറയുന്നുണ്ട്. ഒരു ഭക്തനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെ എന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഇങ്ങനെയാണ്, അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര എന്നാണ്. അദ്വേഷ്ട സർവഭൂതാനാം, ഒരു ജീവിയെയും ദേഷിക്കരുത് എന്ന് സ്വാമി പറഞ്ഞു. ഇത് പറഞ്ഞെന്താ അറിയോ? ഈ ഒരൊറ്റ ഉപദേശം മാത്രം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയോ? നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് സ്വാമി പറഞ്ഞതിനോട്. ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, അദ്വേഷ്ട സർവഭൂതാനം മൈത്ര കരുണ. എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയണം. നിങ്ങളുടെ രൂപം തന്നെയാണ് അവനിലുമുള്ളത്, ഇവരിലുമുള്ളത്, ആരിലുമുള്ളത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കണം. അവിടെയാണ് ഇപ്പോഴെനിക്ക് ക്ഷേത്രങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരു വെപ്രാളമില്ല. ഇപ്പോഴും ഗുരുവായൂരോ അവിടെയൊക്കെ ഞാൻ പോയിട്ട് എത്രയോ തവണ പോയതാണ്. ഇപ്പോഴങ്ങനെയും തോന്നുന്നേയില്ല. സ്വാമിയുടെ ഈ വലയത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായ അനുഭവം ഈ സ്നേഹം തന്നെയാണ്. ഒരാളോടും ആരെയും വെറുക്കാതെ കഴിയാനുള്ളതായൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് ഒരു പ്രയാസവും തോന്നിയിട്ടില്ല. ഇത്രയും വയസ്സായിട്ട് പോലും നടക്കാനോ ഇരിക്കാനോ ഒരു പ്രയാസവും ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നില്ല ഇതുവരെ എന്ന് ഞാൻ പറയാം. സ്വാമി കടാക്ഷമാണ്. ഞാനൊരു 10-15 കൊല്ലം ഒരു 15 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ബുക്കുകളൊക്കെ എഴുതുന്നതൊക്കെ സ്വാമിയുടെ കടാക്ഷം എന്താ ഞാൻ പറയുന്നത്. ഒരു കൊല്ലം ഒരു ബുക്ക് അല്ലെങ്കിൽ 2 ബുക്ക് തോന്നില്ല ഞാൻ ഇറക്കിയിട്ടുള്ളത്. ഒരു ബുക്കും നമ്മുടെ വെറുതെ തമാശയായിട്ട് എഴുതിയല്ല, വളരെ ഗഹനമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. നാരായണീയം പോലുള്ള ഗ്രന്ഥം വിവർത്തനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതൊന്നും സ്വന്തം ഒരു മേനി പറയാൻ വേണ്ടി പറയുന്നതല്ല, സ്വാമിയുടെ കടാക്ഷം കൊണ്ട് സാധിച്ചു എന്ന് മാത്രം പറയുന്നതാണ്. അതിൽ ഏറ്റവും മികച്ചതാണ് നമ്മുടെ സത്യസായി സഹസ്രനാമത്തിൻ്റെ ഒരു വ്യാഖ്യാനം. അത് എനിക്ക് സാധിച്ചത് ഭഗവാൻ തന്ന ഒരു മഹത്തായ ഭാഗ്യമാണ്.
ഞാൻ ആലോചിക്കുകയാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അർത്ഥങ്ങൾ തെറ്റായിട്ടും വാക്കുകൾ അച്ചടിച്ച് കാണാൻ കഴിയും. പലപ്പോഴും ചോദിക്കാറുണ്ട്, അവാന്തരാത്മനേ നമ. എന്താ ഈ അവാന്തരാത്മനേ നമ എന്ന് പറഞ്ഞു എന്നോട് ഒരാൾ ചോദിച്ചാണ് കൊണ്ട്. ഇങ്ങനെ പല ചോദ്യങ്ങളും ഞാൻ കേട്ടിരുന്നു. അതിൽ അങ്ങനെ ഇരിക്കുകയാണ് ഇത് എഴുതണം എന്നുള്ളൊരു ബോധം എനിക്കുണ്ടായത്. അത് മാത്രമല്ല, നമ്മുടെ അന്നത്തെ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റായ രാജൻ മാഷ് എന്നോട് ഒരുപാട് പറഞ്ഞിരുന്നു, ഇത് എങ്ങനെയെങ്കിലും ഒരു വ്യാഖ്യാനം തയ്യാറാക്കണമെന്ന് പറഞ്ഞത് രാജൻ മാഷായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രേരണ കൂടി എനിക്കുണ്ട് എന്ന് ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് അതിനെ എന്നോട് ആദ്യമായിട്ട് തന്നെ ഉപദേശിച്ച അദ്ദേഹമായിരുന്നു. അങ്ങനെ സാധിച്ചത് സ്വാമിയുടെ കടാക്ഷം കൊണ്ടാണ്. ഈ നാമങ്ങളെല്ലാം ഞാൻ 5 കൊല്ലം ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. അതിൽ വാങ്ങാത്ത ഗ്രന്ഥങ്ങളില്ല, വായിക്കാത്ത പുസ്തകങ്ങളില്ല. ഇംഗ്ലീഷും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ കുറച്ച് സാമാന്യ ജ്ഞാനം ഉള്ളത് കൊണ്ട് അതൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഈ നാമങ്ങളുടെ എല്ലാം വ്യാഖ്യാനം ഞാൻ ലളിതാസഹസ്രനാമം തുടങ്ങിയ എല്ലാ ശൈവ സഹസ്രനാമം തുടങ്ങിയ എല്ലാ നാമങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ സായിയുടെ ഈ വിരുദ്ധങ്ങൾ മുഴുവനും വ്യാഖ്യാനിച്ച് തീർത്തത്. എനിക്ക് തന്നെ ചില നാമങ്ങൾ കിട്ടാതെ ഞാൻ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. വ്യാഖ്യാനദേവായ നമ എന്നൊരു നാമം കാണും. ഞാൻ ആദ്യം എനിക്കെൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ വിശ്വവിജ്ഞാന കോശം പരിശോധിച്ചു. അങ്ങനെയാണ് എനിക്കെൻ്റെ അർത്ഥം മനസ്സിലായത്. സാക്ഷാത് ദക്ഷിണാമൂർത്തിയാണ് വ്യാഖ്യാനദേവൻ എന്ന് പറഞ്ഞാൽ. ചെറു കുട്ടിയായ ഭഗവാൻ അവിടെ ഇരിക്കുന്നു, ദക്ഷിണാമൂർത്തി അവിടെ ഇരിക്കുന്നു, മുമ്പിൽ വൃദ്ധന്മാരായ ഋഷിമാരിയ്ക്കുന്നു. ഒരു സംശയം അവർക്കില്ല, എല്ലാം തുടുക്കി വ്യാഖ്യാനിക്കുകയാണ്. മൗന വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനം കൊണ്ട് അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാക്ഷാത് ദക്ഷിണാമൂർത്തിയാണ് വ്യാഖ്യാനദേവായ നമ എന്ന് പറഞ്ഞിട്ടുള്ളത് കാണുന്നത്. അങ്ങനെ ആ നാമങ്ങളൊക്കെ അങ്ങനെ സാധിച്ചതും ഒരു മഹാഭാഗ്യമാണ്. സത്യസായി ഭക്തന്മാരല്ലാത്ത ആളും എന്നോട് ഈ പുസ്തകം വാങ്ങിയിട്ടുണ്ട്. അവരാൾക്കാണ് ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, ഒരു നിഘണ്ടു പോലെ ഞങ്ങൾക്ക് ഈ പുസ്തകം ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. സംശയം നോക്കിയാൽ ഉടനെ മനസ്സിലാകും. വിജ്ഞാനം എന്താ ജ്ഞാനം, എന്താണ് വിജ്ഞാനം എന്നൊക്കെ വരുമ്പോൾ നോക്കാൻ എളുപ്പമുള്ള ബുക്ക് ഇത് തന്നെയാണ്. അങ്ങനെ പലരും സന്തോഷിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളായിട്ട് 15 പുസ്തകം മലപ്പുറം ജില്ലയിലെ ഒരാൾ വാങ്ങി. ഞാൻ എഴുതിയപ്പോൾ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു പുസ്തകം. ആ ചെറിയ വിലക്ക് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അതിമഹത്തായ ആ ഗ്രന്ഥം അത് സായി എനിക്ക് തന്ന ഒരു ഉപദേശമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, പുട്ടപർത്തിയിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വാമിയുടെ ഓരോരോ ഉത്സവത്തിൻ്റെയും കാര്യങ്ങൾ പറയുമ്പോൾ സ്വാമിയുടെ വാക്കുകൾ അതിവിശിഷ്ടമാണെന്ന് പറയാം. ഒരിക്കൽ ഓണത്തിന് പോയ സമയത്ത് ഇത് കേൾക്കേണ്ടതാണ്. നമ്മളൊക്കെ മഹാബലിയെ കുറിച്ച് എന്ത് മനസ്സിലാക്കി? സ്വാമിയുടെ പ്രഭാഷണം കേട്ടപ്പോഴാണ് ഓണത്തിൻ്റെ അല്ലെങ്കിൽ മഹാബലിയുടെ ത്യാഗസമ്പൂർണമായ ത്യാഗനിഷ്ഠമായ ജീവിതം മനസ്സിലാക്കുന്നത്. ദാനത്തിനായി വാമനമൂർത്തി വന്ന സമയത്ത് എന്താ വേണ്ടത്, എന്തും തരാമെന്ന് പറഞ്ഞപ്പോഴേ ആചാര്യനായ ശുക്രമഹർഷി എന്ന് പറഞ്ഞു, കൊടുക്കരുത്, ഇവൻ ഹരിയാണ്. ഹരി എന്ന് പറഞ്ഞത് അർത്ഥം ഹരിക്കുന്നവനാണ്, പിടിച്ചു പറിക്കുന്നവനാണ്, കൊടുക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും, ഞാൻ വാക്ക് മാറ്റുന്നവനല്ല, ഞാൻ കൊടുക്കും. അങ്ങനെ അയാൾ പറഞ്ഞു, അത് സാരമില്ല, വൈകുണ്ഠനാഥനായ ഹരിയാണ് ഇതെങ്കിൽ ഞാനാണ് ഏറ്റവും ഭാഗ്യവാൻ. എന്തുകൊണ്ട്? ഞാൻ ദാനം ചെയ്യുമ്പോൾ അത് വാങ്ങുന്നയാള് സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരം താഴെയായിരിക്കും, എൻ്റെ കൈ മേലെയായിരിക്കും. ഇതിൽ പരം ഭാഗ്യം എന്ത് വേണം എനിക്ക് എന്നാണ് മഹാബലിയായിട്ടുള്ള ബലി മാത്രമാണ് പേര്. ദൈത്യാസുരനാണ് ബലി എന്ന് മാത്രമാണ് പേര്. അങ്ങനെ ആ കൊടുക്കുമെന്ന് പ്രതിഷ്ഠ ചെയ്തപ്പോൾ, കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയപ്പോൾ, ജലദാനം ചെയ്തപ്പോൾ അന്ന് തൊട്ടാണ് ബലി മഹാബലിയായത് എന്ന് സ്വാമി പുട്ടപർത്തിയിൽ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ അന്നാണ് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. മഹാബലിയെ പോലുള്ള ത്യാഗനിഷ്ഠനായ വേറെ ഒരു രാജാവ്, ദൈത്യം എന്ന പേര് മാത്രമേ ഉള്ളൂ. ഇത്ര സുന്ദരമായൊരു പദം വേറെ ഇല്ലെന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ വ്യാഖ്യാനം ഞാനിപ്പോഴും, സ്വാമിയുടെ വ്യാഖ്യാനം ഞാനിപ്പോഴും ആലോചിച്ചു കൊടുക്കുകയാണ്. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? മഹാബലിയെ തമാശക്കാരനായി ഒരു കോമാളിയാക്കി മാറ്റി നാട്ടിലൊക്കെ സ്ഥാപിക്കുന്നത്, വല്ല കണ്ട കവലയിലും അവിടെ ഇവിടെയൊക്കെ. നമുക്ക് എന്താ അറിയാം? ഇത്രയും ത്യാഗസമ്പൂർണനായ ത്യാഗനിഷ്ഠനായ ഒരു ത്യാഗിയെ നമ്മൾ ഇങ്ങനെ വഷളാക്കിയല്ലോ. അദ്ദേഹം നാട് ഭരിക്കുമ്പോഴേ മനുഷ്യരെല്ലാവരും ഒരുപോലെ കണ്ടു എന്നല്ലേ നമ്മൾ പാട്ട് പാടുന്നത്. അങ്ങനെയുള്ളതായ ആ മഹാബലിയുടെ മഹിമയെ ഒരിക്കൽ പുട്ടപർത്തിയിൽ വെച്ച് സ്വാമി ഓണ ദിവസം പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയാണത്രേ ബലി മഹാബലിയായത്. ആ മഹാശബ്ദം കിട്ടിയത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്.
പലരും പറയും ബലിയെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാർ. ചവിട്ടിയല്ല, അനുഗ്രഹിച്ചതാണ്. മാത്രമല്ല, താഴോട്ട് പോക്കിയല്ല ചെയ്തത്. ഭഗവാൻ തന്നെ കാവക്കാരനായി നിൽക്കുക ചെയ്തത്. ഒരു കാവക്കാരനായി മാറി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മഹാബലിയെ നമ്മളിപ്പോൾ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് ചോദ്യം കേരളത്തിലെ ആൾക്കാർക്ക് ഒരു ചോദ്യമുണ്ട് മുമ്പിൽ. നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ അദ്ദേഹത്തെ പരിഹസിക്കുക ചെയ്യുന്നത്. എല്ലാ ചന്തയിലും അവിടെ ഇവിടെയൊക്കെ സ്ഥാപിക്കുന്ന മഹാബലിയെ കാണിക്കുന്നത്. അങ്ങനെയാണോ അദ്ദേഹം? വെൺകൊറ്റക്കുട പിടിച്ചവനായിരുന്നു അദ്ദേഹം. ഓലക്കുട പിടിച്ച് നടന്നവനല്ല. ഒരു ഭിക്ഷാന്തേഹി അല്ല മഹാബലി. അങ്ങനെയുള്ളതായ ആ മഹാബലിയെ പറ്റി സ്വാമിയുടെ വാക്കുകൾ ഇന്നും ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ എന്ത് കഥ എടുത്തുകൊള്ളൂ, സ്വാമിയുടെ വ്യാഖ്യാനം നമ്മൾ വായിക്കുമ്പോഴും നമ്മളെ പിടിച്ചിരുത്തും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മറ്റുള്ള ഭക്തിക്കും മറ്റുള്ള ആചാരങ്ങൾക്കും ഞാനിപ്പോൾ അധികമൊന്നും ബന്ധപ്പെട്ട് ചാടി വീഴാറില്ല. സ്വാമിയുടെ ആ നാമങ്ങളുടെ അർത്ഥങ്ങളും ഒക്കെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. എല്ലാ ദിവസവും ഞാനിപ്പോഴും ഒരു രണ്ട് നേരം സ്വാമിയുടെ ലിഖിത ജപം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ എത്ര സുന്ദരമാണെന്നറിയോ. എത്ര ഇരിക്കാനും എത്ര ക്ഷമിക്കാനും കഴിയുന്ന ഒരു ത്യാഗമാണത് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഭഗവാന്റെ മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൽ വേറെ എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ തോന്നിക്കുന്നതാണ്. ഇതൊക്കെ ശരിക്കും ചെയ്യാൻ സാധിച്ചത് ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ്. ഭഗവാന്റെ വാക്കുകൾ നമ്മൾ ഒന്നിന് 10 എടുക്കണം. അത്രയും അർത്ഥവത്തായ വാക്കുകളാണ് സ്വാമിയുടേത്. ഇനി ദീപാവലി ആകട്ടെ, ഏത് സ്വാമി പറയാറുണ്ട്, ഉത്സവങ്ങളൊന്നും വെറുതെ ആഘോഷിക്കേണ്ടതല്ല, അതിന് ആന്തരികമായ അർത്ഥമുണ്ട്. തിന്നും കുടിച്ചും കളയേണ്ടതല്ല ഈ ഉത്സവങ്ങളൊന്നും. അതിനൊക്കെ ഒരു അർത്ഥ തലങ്ങളുണ്ട്. അതും കൂടെ മനസ്സിലാക്കണം. ക്രിസ്മസിന്, അതുപോലെ തന്നെ ഏത് ഉത്സവങ്ങൾ എടുത്തുകൊള്ളൂ, കൃഷ്ണാഷ്ടമിക്ക് ഒക്കെ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥഭാഗമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ കേട്ടും പോയാൽ പോരാ എന്ന് സ്വാമി പലപ്പോഴും പറയാറുണ്ട്. ഏതായാലും സത്യസായിയുടെ സാഹിത്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തിയുടെ ഒരു സംശയം പിന്നെ ഉണ്ടാവില്ല. വേറെ ഒന്നും ആവശ്യമില്ല. ഭാഗവതമോ മഹാഭാരതമോ ഭഗവത്ഗീതയോ ഒന്നും പിന്നെ വേണ്ട. സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാമനുസ്മര യുദ്ധ്യച, എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊള്ളൂ അർജുന എന്ന് പറഞ്ഞ പോലെ സ്വാമി നമ്മോട് പറയുന്നു, എന്നെ അനുസ്മരിച്ചാൽ മതി, നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കും, സംശയമില്ല എന്ന് അതിൻ്റെ അർത്ഥം കിട്ടും. അങ്ങനെയാണ്. എൻ്റെ ജന്മകർമ്മങ്ങളെ കുറിച്ച് പഠിക്കൂ, പിന്നെ പുനർജന്മം ഉണ്ടാവില്ല. സ്വാമി എന്നെ പറഞ്ഞിട്ടുണ്ടിരിക്കാനത് ജന്മകർമ്മജമേ ദിവ്യം ആണ്. എൻ്റെ ജന്മവും കർമ്മവും ദിവ്യമാണ് സായിയുടേത്. അത് നമ്മൾ പഠിച്ചാൽ പിന്നെ എന്താ വേണ്ടത്? അതിൽ പരം വേറൊന്നും നോക്കി നേടിയെടുക്കാനില്ല. അത്യധികം ഉജ്ജ്വലമാണ് ആ ചരിത്രം. അതുകൊണ്ട് സത്യസായി എന്ന് നാം പറയുന്നത് വെറുതെ 2 വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ സാക്ഷാൽ കൃഷ്ണാവതാരത്തിൻ്റെ അവതാരത്തിൻ്റെ ആ രൂപത്തെ നമുക്ക് എന്നും തന്നെ മനസ്സിലേക്ക് എടുക്കാനും പഠിക്കാനും കഴിയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ അതിനുള്ള ശക്തിയും ശേഷിയും ശേമുഷൊക്കെ തരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ഇങ്ങനെ ഒരു അവസരം തന്നതിന്, സംസാരിക്കാൻ അവസരം കിട്ടിയതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു വിഷമമില്ല. ഇങ്ങനെയൊക്കെ ഇന്നും ചെയ്യാൻ കഴിയണം. സ്വാമി പറഞ്ഞത് നിങ്ങൾ കേവലം ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ആശയങ്ങളിലേക്ക്, അതിൻ്റെ അന്തർധാരയിലേക്ക് നിങ്ങൾ മനസ്സൂന്നണം എന്ന് പറയാറുണ്ട്. വിദ്വേഷത്തിൻ്റെ അഹന്തയുടെ അംശം തട്ടിപ്പോകരുത്. സ്വാമി എപ്പോഴും പറയുന്ന വാക്കതാണ്, ഞാനെന്ന ഭാവം ഉണ്ടാകരുത് എന്നാണ്. എഴുത്തച്ഛൻ പറഞ്ഞ പോലെ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണം. അഥവാ തോന്നുന്നുണ്ടെങ്കിൽ, ഞാനെന്ന ഭാവം തോന്നുന്നുണ്ടെങ്കിൽ ഈ കാണുന്നതൊക്കെ ഞാൻ തന്നെ എന്ന് വിചാരിച്ചുള്ളൂ. ഈ കാണാവുന്നതൊക്കെ ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല എന്ന് വിചാരിച്ചാൽ മതി. എന്നാലും ഞാനെന്ന ഭാവം ഉണ്ടാവില്ല. സ്വാമി എപ്പോഴും പറയും, അഹന്തയുടെ അംശം തട്ടിപ്പോയോ നിങ്ങളെല്ലാം. സ്വാമി എപ്പോഴും പറഞ്ഞതാണ്, നിങ്ങളുടെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും അഹന്തയുടെ അംശം ഉണ്ടാവും. അതൊരിക്കലും പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. നിങ്ങൾ മാത്രമാണ്, നിങ്ങൾ ഈശ്വരന്റെ പ്രതിബദ്ധമായിട്ട് വരേണ്ടവനാണ് എന്ന് സ്വാമി എന്നും പറയാറുണ്ട്. അങ്ങനെ അഹംഭാവത്തെ ഇല്ലായ്മ ചെയ്യണം. ആനന്ദനാണ് ഭഗവാൻ, ആനന്ദമാണ് ഭഗവാൻ, ആനന്ദപൂർണനാണ്, പരമപ്രേമസ്വരൂപനാണ്. സ്നേഹത്തിലാണ് ഭഗവാന്റെ ഇരിപ്പ്. സ്നേഹം മാത്രമാണ്. ശ്രീരാമകഥയിൽ, രാമായണത്തിലൊക്കെ സ്നേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ഈ എല്ലാ ഗ്രന്ഥങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യാൻ സമയമില്ല. സമയം ഏതാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വാക്കുകൾ ചുരുക്കുകയാണ്.
ഇങ്ങനെയൊരു മഹത്തായ ഭാഗ്യം സിദ്ധിച്ച സത്സായി സമ്പർക്കം സാന്നിധ്യം തന്ന ഈ മഹത്തായ സംഭാവനയെ ഞാൻ എന്നും സ്മരിക്കുന്നു, എന്നും സ്മരിപ്പിക്കുന്നു. വേറൊന്നും കൂടുതൽ പറയുന്നില്ല. നമുക്ക് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ഭജന പാടാനെന്ന് അറിയില്ലെങ്കിൽ പോലും ഭജന ഞാനിവിടെ ഭഗവാന്റെ ഒരു നാമങ്ങൾ ഞാനിവിടെ ഭജനയായിട്ട് അവതരിപ്പിക്കാം. സായിരാം, ഭജന ഇപ്പല്ല പാടേണ്ടത്, വേറൊരു പ്രോഗ്രാം കൂടി കഴിഞ്ഞിട്ടാ ഭജന പാടേണ്ടത്. സായിരാം, 4 മിനിറ്റ് വൈകി പോയത് കൊണ്ടാണ് ഇന്ന് പ്രവേശിക്കാഞ്ഞത്. ഇനി എന്താണ് അഭിപ്രായം വേണ്ടത്? നമുക്ക് സായി പാരായണായി വേണ്ടത്. സ്വാമിയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, ഒരു പ്രസന്റേഷൻ ഭഗവാന്റെ. അത് കഴിഞ്ഞിട്ടാണ് ഭജന. അത് കഴിഞ്ഞിട്ട് ഭജന പാടണം. పాపమనగ వేరు పరదేశముం లేదు, తాను చేయు పనుల తగిలియుండు. Sin does not exist in a separate land by itself. Sin is associated with a type of action that you perform. వేరు దేశమందును లేడు, తాను చేయు పనుల తగిలియుండు. God does not dwell in a different country or a nation. God is associated with the type of action that you undertake. పాపము దేవుడు అనేటువంటిది కాదు, ప్రత్యేకంగా ఎక్కడో లేదు. మనం చేసేటువంటి పనులు ఏంది, మన సంకల్పములు ఏంది, అవి ఆయా స్వరూపాన్ని ధరిస్తూ వస్తున్నాయి. Sin or divinity are associated with the type of action that you perform. Good action is associated with divinity, bad with sin. అలాంటి తత్వాన్ని మనం గొప్పగా విశ్వసించాలి. We should believe this in fullness. నా మంచికి నా చెడ్డకి నా ప్రవర్తనే కారణము. For my good or bad, it is my conduct which is responsible. నా అతపతనములకు కానీ నా అభివృద్ధికి కానీ నా గుణములే కారణము. For my destruction or for my good, it is only my behavior which is responsible. కనుక మన గుణములను సక్రమైన మార్గంలో ప్రవేశపెట్టుకోవాలి అనేటువంటి ఒక సమాధానం నీకు నీవే చెప్పుకోవాలి. You have to satisfy yourself and correct yourself that you should always follow good qualities so that your life will be happy. కనుక మన కష్టాలు దూరం చేసుకోవటానికి కానీ సుఖాన్ని సమీపించుకోవటానికి కానీ మన ప్రవర్తన సక్రమైనదిగా ఉంటుండాలి. If you want to free yourself from misery and sorrow and have a happy life, it is your conduct and behavior must be good. ഓം ശ്രീ സായിരാം. സ്വാമി ലക്ഷ്മൺ മാഷ പറഞ്ഞോളൂ. മാഷ കണ്ടില്ല. ഞാനേ 4 മിനിറ്റ് വൈകിപ്പോയി, വേറൊരു പരിപാടിയിലായി പോയി. അതാണ്. ഗോവിന്ദൻ മാഷെ പറ്റി 2 വാക്ക് ഞാൻ പറയാം. ഗോവിന്ദൻ മാഷ് സംസ്കൃതം പണ്ഡിതനാണ്, മലയാള അധ്യാപകനായിട്ട് കുറേ കാലം വർക്ക് ചെയ്തതാണ് ഹൈസ്കൂളിൽ. പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥം ഞാൻ വായിച്ചത് എന്താ വെച്ചാൽ സഹസ്രനാമം, ഭഗവാന്റെ സഹസ്രനാമം. അത് ഒരു 1000-ഓളം പേജുണ്ട്. ഓരോ നാമത്തിനും അദ്ദേഹം വലിയ വ്യാഖ്യാനം പല പുസ്തകങ്ങളിൽ നിന്നും ക്രോഡീകരിച്ചിട്ട് എഴുതിയതാണ്. അതൊരു മഹത്തായ ഗ്രന്ഥമാണ്. വേറെ കുറേ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അതൊന്നും എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അത് ഇപ്പോഴും വളരെ നന്നായി മാഷേ, പറയേണ്ടത് തന്നെയാണ്. അതെ, വളരെ നല്ലൊരു പണ്ഡിതനാണ്. ഓർഗനൈസേഷൻ അയാൾക്ക് ഒരു മുതൽക്കൂട്ടാണ് സായിരാം. കാരണം അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാലോ. അതെ അതെ, വളരെ അത് അദ്ദേഹത്തിന് വാസ്തവത്തിൽ 15-20 മിനിറ്റ് ഒന്നും പോരാ. അത്രയധികം 50 വർഷത്തെ സാഹിത്യം വായിച്ച് പരിചയമുള്ള ഒരാള് എങ്ങനെയാ 15 മിനിറ്റിൽ എടുക്കുക? പ്രായമുണ്ട്, നമ്മളെക്കാളും പ്രായമുണ്ട്. അതെ, ഭജന പാടുന്നില്ല. അദ്ദേഹത്തിനോട് ഭജന പാടാൻ പറയും മാഷെ. ഗോവിന്ദ മാഷെ, ഒരു ഭജന എങ്ങനെയാണെന്ന് പാടിക്കോ. ഭജന പറയും പോലെ പറയാം. ഗുരു മഹിമ സത്യസായി മഹിമ അപാര മഹിമ സായി മഹിമ. ഗുരു മഹിമ സത്യസായി മഹിമ അപാര മഹിമ സായി മഹിമ. കിം വചനീയം ഗുരു മഹിമ കിമവചനീയം സായി മഹിമ. കിം വചനീയം ഗുരു മഹിമ കിമവചനീയം സായി മഹിമ. അജ്ഞാനനാശക സുജ്ഞാന പോഷക പ്രജ്ഞാപ്രബോധക സായി മഹിമ. അജ്ഞാനനാശക സുജ്ഞാന പോഷക
പ്രജ്ഞാപ്രബോധക സായി മഹിമ, ഗുരു മഹിമ, സത്യ സായി മഹിമ, അപാര മഹിമ സായി മഹിമ. കിം വചനീയം ഗുരു മഹിമ, കിമവചനീയം സായി മഹിമ, അജ്ഞാനനാശക സുജ്ഞാന പോഷക പ്രജ്ഞാപ്രബോധക സായി മഹിമ. സായിരാം മാഷേ. മാഷേ എന്റെ പ്രണാമങ്ങൾ മാഷേ. എത്ര വലിയൊരു വർക്കാണ് 1008 നാമത്തിന്റെ വ്യാഖ്യാനം എഴുതാന്ന് വെച്ചാൽ. അപ്പോ പ്രണാമങ്ങൾ മാഷേ. സായിരാം. ഇന്ന് ഞാൻ വായിച്ച ഒരു കഥ സ്വാമിയുടെ, അതൊന്ന് പറയണം. കാരണം അതായത് ഒരു മകൻ, അച്ഛനും മകനും കൂടെ സംഭാഷണം മധ്യേ മകന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു, സത്യസായി ബാബ പറയുന്ന ഓരോ വാക്കും വേദമാണ് എന്ന് പറഞ്ഞു. മകനൊരു വിശ്വാസമില്ല. അപ്പൊ മകൻ പറഞ്ഞു, എന്നാ ഞാൻ അച്ഛനെ ചലഞ്ച് ചെയ്യാണ്, ഞാന് ഭഗവാന്റെ സനാനുസാരത്തിൽ നിന്നൊരു പ്രഭാഷണം വായിക്കാൻ പോവുകയാണ്. അച്ഛൻ ആ ഓരോ വാക്കിനും വേദം പറയണം. അദ്ദേഹം വളരെ വേദപണ്ഡിതനായിരുന്നു. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞല്ലോ സായി പറയണ വാക്കുകളൊക്കെ വേദമാണെന്ന്, എന്നാൽ അതൊന്ന് എനിക്കൊന്ന് പ്രൂവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. ഓ ശരിയെന്നും പറഞ്ഞു. അദ്ദേഹം ഒരു ഭഗവാന്റെ ഒരു പ്രഭാഷണം എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങി. ഒരു സെന്റൻസ് കഴിയുമ്പോൾ പറയും ഇതിന്റെ അത് അദ്ദേഹത്തിന് ഓരോ വേദ വചനങ്ങള്, ഓരോ വാക്കിനും, സ്വാമിയുടെ ഓരോ വാചകത്തിനും വേണ്ടതായ വേദം അദ്ദേഹത്തിന് പറയാൻ പറ്റി. അങ്ങനെ ഹോൾ പ്രഭാഷണം മുഴുവൻ വായിച്ചു നിന്നപ്പം പല വേദങ്ങളിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കേട്ടു. അപ്പൊ ആ മകൻ അച്ഛനെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഭഗവാൻ വേദപുരുഷനാണ്. വേദത്തിന്റെ ഉറവിടവും എല്ലാം തന്നെയാണ്. ഭഗവാന്റെ ഓരോ വാക്കും വേദം തന്നെയാണ്. വേദപ്രചാരകനും വേദോദ്ധാരണത്തിനും വേണ്ടി തന്നെയാണ് ഭഗവാൻ ജന്മമെടുത്തത് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ലോകം മുഴുവൻ വേദം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും. അപ്പൊ എത്ര ജാതി മത ദേശഭേദമന്യേ വേദമാണ് എല്ലായിടത്തും ഇപ്പൊ മുഴങ്ങുന്നത്. അത് ഭഗവാന്റെ ആ ദൗത്യം എത്ര നന്നായിട്ട് വന്നു എന്ന് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കഥകളിലൂടെ നമുക്ക് മനസ്സിലാവും. ജയ് സായിരാം. സായി ഉപമ. നിങ്ങൾ പഞ്ചാംഗം വളരെയധികം വിശ്വസിക്കുന്നു അല്ലേ? പക്ഷേ നിങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അംഗങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അതായത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് ശരിയായ പഞ്ചാംഗം. അവയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. അവയെ നിയന്ത്രണ വിധേയമാക്കുവാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മനഃശാന്തി ഉണ്ടാകും. പഞ്ചാംഗ പുസ്തകത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ ഓർത്ത് എന്തിനാണ് വേവലാതിപ്പെടുന്നത്? അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. കാരണം അത് ഭാവി ഫലങ്ങളെ അതിശയോക്തി ചേർത്താണ് പ്രവചിക്കുന്നത്. പ്രളയം എന്ന് പറയുന്നത് ബാഹ്യപ്രകൃതിയുടെ സംഭവമേ അല്ല. അത് നിങ്ങളുടെ മനസ്സിന്റെ ഭയത്തിന്റെ സൃഷ്ടിയാണ്. ഈശ്വരന്റെ അനുഗ്രഹം നേടുകയാണെങ്കിൽ നവഗ്രഹങ്ങൾക്ക് നിങ്ങളെ ഒട്ടും തന്നെ ഉപദ്രവിക്കുവാനാവുകയില്ല. ജയ് സായിരാം. മാഷെ നിങ്ങൾ പറയാ ഗോവിന്ദ മാഷെ, നിങ്ങള് ഭഗവാന്റെ നാമത്തിൽ രമിച്ചിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഭഗവാന്റെ അടുത്ത് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളും ആരോഗ്യവും ആയുസ്സും ഞങ്ങൾ ഈ ഓർഗനൈസേഷന്റെ പേരിൽ നിങ്ങൾക്ക് നേരുകയാണ്. ഇനി ശാന്തി മന്ത്രം. സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. जय बोलो भगवान श्री सत्य साई बाबा जी की जय.